بسم الله والحمد لله والصلاة والسلام على رسول الله. الدرس العشرون إرضامة بارم الأب. كم سورة حفظت يا بشير؟ എത്ര സൂറത്തുകളാണ് നീ മനഃപ്പാഠം ചെയ്തത് ഓ ബഷീർ? ബഷീർ പറഞ്ഞു ഹഫിദ്തു സൂറത്തൻ വാഹിദത്തൻ, ഞാൻ ഒരു സൂറത്താണ് മനഃപ്പാഠം ചെയ്തത്. ഇവിടെ വാഹിദ എന്ന് പറയുമ്പോൾ സൂറത്തിൻ്റെ സിഫയായിട്ടാണ് വരിക. സൂറ എന്നുള്ളത് ഹഫിദ്തു എന്നുള്ള ഫിയലിൻ്റെ മഫൂൽ ബിഹി, അതുകൊണ്ടാണത് മൻസൂബായി വരുന്നത്. അൽ അബ് വകം സൂറത്തൻ ഹഫിദ്ത യാ ഉമറു, നീ എത്ര സൂറത്ത് മനഃപ്പാഠം ചെയ്തു ഓ ഉമറെ? അപ്പോൾ ഉമർ പറയുന്നു അന ഹഫിദ്തു സൂറത്തൈനി, ഞാൻ 2 സൂറത്തുകൾ മനഃപ്പാഠം ചെയ്തു. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ കാണുന്നത് മുസന്ന അത് മൻസൂബായി വരുമ്പോൾ അല്ലെങ്കിൽ മർഫൂഅക്കായി വരുമ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പം മുസന്ന അത് മൻസൂബായി വരുമ്പോൾ, ഇവിടെ മൻസൂബായിട്ടാണ് വന്നിട്ടുള്ളത്, കാരണം ഈ ഹാഫിദ്തു എന്നുള്ള ഈ ഫിഅലിൻ്റെ മഫ്ഊൽ ബിഹി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ വന്ന പോലെ അതേ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ മുഫ്രദായിട്ടാണ് വന്നിട്ടുള്ളത്, മുഫ്രദ് സിംഗിൾ റൈറ്റ്. ഇവിടെ മുസന്ന 2 ആയിട്ടാണ് വന്നിട്ടുള്ളത്, സൂറത്തൈനി. തയ്യിബ്, ഇതിൻ്റെ അസ്ൽ സൂറത്താനി എന്നാണ്. മുസന്ന മർഫൂ അത് സൂറത്താനി എന്ന് പറയും 2 സൂറത്തിന്. അപ്പോൾ ആ 2 സൂറത്ത് അത് മൻസൂബായിട്ട് മഫ്ഊൽ ബിഹി ആയിട്ട് വരുമ്പോൾ സൂറത്തൈനി എന്ന് പറയും. അന ഹഫിദ്തു സൂറത്തൈനി, അതിൻ്റെ മൻസൂബിൻ്റെ അലാമത്താണ് ഇവിടുത്തെ ഈ യാ. അപ്പോൾ മുആവിയ പറഞ്ഞു യാ ബതി ഓപ്പ ജാ അൽ യൗം മുദർരിസാനി ജദീദാനി, ഇന്ന് 2 പുതിയ അധ്യാപകന്മാർ വന്നു. അഹദുഹുമാ ലിൽ ഫിഖ്ഹി വൽ ആഖറു ലിൽ ഹദീസി, അവരിൽ ഒരാൾ ഫിഖ്ഹിനും മറ്റൊരാൾ ഹദീസിനും. അപ്പോൾ ഇവിടെ ജാ അൽ യൗമ, അപ്പോൾ ഇന്ന് വന്നു. മുദർരിസാനി 2 അധ്യാപകന്മാർ, ജദീദാനി പുതിയത്. അപ്പോൾ മുദരിസാനി എന്നുള്ളത് ജാ എന്നുള്ള ഫിഅലിൻ്റെ ഫായിലാണ്. അൽ യൗമ എന്നുള്ളത് ദർഫാണ്, ദർഫു സമാൻ, അതുകൊണ്ടാണ് ഇവിടെ ഫത്ഹ കൊണ്ട് വരുന്നത്. ജാ അൽ യൗമ മുദരിസാനി ജദീദാനി, ജദീദാനി എന്നുള്ളതിൻ്റെ മുദരിസാനി എന്നതിൻ്റെ സിഫയാണ്. അഹദുഹുമ അവരിൽ ഒരാൾ, ലിൽ ഫിഖ്ഹി ഫിഖ്ഹിനും, വൽ ആഖറു മറ്റൊരാൾ ഹദീസിനും. ബഷീർ പറഞ്ഞു യാ അബതി ഖറഅതുൽ യൗമ കലിമതൈനി ജദീദതൈനി ഫി ഹാദൽ കിതാബി, ഉപ്പ ഞാൻ ഇന്ന് 2 പുതിയ വാക്കുകൾ ഈ പുസ്തകത്തിൽ വായിച്ചു. കലിമതൈനി ജദീദതൈനി, അപ്പോൾ അത് ഖറഅതു എന്നുള്ള ഫിഅലിൻ്റെ മഫ്ഊൽ ബിഹിയാണ്, അത് മൻസൂബാണ്. അപ്പോൾ ഉപ്പ പറഞ്ഞു മാ ഹുമ അവ എന്താണ്? ബഷീർ പറഞ്ഞു ഹുമ അൽ മുഷ്തു വൽ മിഖദ്ദതു, അവ മുഷ്താണ് അതേപോലത്തെ മിഖദ്ദയാണ്. മുഷ്ത എന്ന് പറഞ്ഞാൽ ചീർപ്പ്, വൽ മിഖദ്ദ തലയാണി. അൽ അബ് അഅറഫ്ത മഅനാഹുമ, നിനക്ക് അതിൻ്റെ 2ൻ്റെയും അർത്ഥം മനസ്സിലായോ അല്ലെങ്കിൽ അറിഞ്ഞോ? അറഫ അറിയുക, അതിൻ്റെ അർത്ഥം അറിയുമോ എന്ന് ചോദിച്ചു. ബഷീർ പറഞ്ഞു നഅം സഅൽതുൽ മുദരിസ, അത് ഞാൻ അധ്യാപകനോട് ചോദിച്ചു. ഫശറഹ ലി മഅനാഹുമ, എനിക്ക് അതിൻ്റെ 2ൻ്റെയും അർത്ഥം പറഞ്ഞു തന്നു, എനിക്ക് വിശദീകരിച്ച് തന്നു. ഷറഹ എന്ന് പറഞ്ഞാൽ വിശദീകരിക്കുക. അൽ അബ് അന അൽ ആന അദ്ഹബു ഇല സൂഖ്, ഞാനിപ്പോൾ സൂഖിലോട്ട് പോവുകയാണ്. അതുരീദൂന ഷൈഅൻ, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമോ? ഉമർ പറഞ്ഞു ഉരീദു ദഫ്തറൻ, എനിക്ക് ഒരു നോട്ട്ബുക്ക് വേണം. മുആവിയ പറഞ്ഞു ഇൻദി ദഫ്തറാനി വ ഉരീദു ദഫ്തറൈനി ആഖറൈനി, എൻ്റെ അടുത്ത് 2 നോട്ട്ബുക്കുകളുണ്ട്, എനിക്ക് വേറെ 2 നോട്ട്ബുക്കുകൾ ആവശ്യമുണ്ട്. ബഷീർ പറഞ്ഞു ഇൻദി മിലഫാനി സഗീറാനി, എൻ്റെ അടുത്ത് 2 ചെറിയ ഫയലുകളുണ്ട്. വ ഉരീദു മിലഫൈനി കബീറൈനി, എനിക്ക് 2 വലിയ ഫയലുകൾ ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ മിലഫാനി എന്ന് പറഞ്ഞു, കാരണം ഇന്ത്യ എന്നുള്ള വാക്കിന് ശേഷമാണ് വരുന്നത്. തയ്യിബ്, അപ്പോൾ ഇവിടെ മിലഫാനി എന്നുള്ളത് അത് എന്തായി വരും? അത് മർഫു ആണ്. പക്ഷെ ഇവിടെ വ ഉരീദു മിലഫൈനി എന്ന് പറയുമ്പോൾ ഇത് ഉരീദു എന്നുള്ള ഫിഅലിൻ്റെ മഫ്ഊൽ ബിഹിയാണ്, മൻസൂബായി വരുന്നത് കൊണ്ടാണ് മിലഫൈനി എന്ന് പറയുന്നത്. ഇവിടെ മർഫു ആണ്, അപ്പോൾ മിലഫാനി. അൽ അബ് മിൻ ഐന ലക ഹാദൽ ഖലമുൽ ജമീലു ദുൽ ലൗനൈനി യാ ബഷീറു, മിൻ ഐന ലക, നിനക്ക് എവിടെ നിന്നാണ്? ഹാദൽ ഖലമുൽ ജമീലു, ഈ ഭംഗിയുള്ള പേന. ദുൽ ലൗനൈനി 2 കളറുകളാണ്, അപ്പോൾ 2 കളറുകളുള്ള 2 നിറങ്ങളുള്ള ഈ ഭംഗിയുള്ള പേന നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത് യാ ബഷീർ? അപ്പോൾ ബഷീർ പറഞ്ഞു ഇഷ്തറൈതുഹു, ഞാനത് വാങ്ങിച്ചതാണ്. ഇഷ്തറൈതു ഞാനത് വാങ്ങിച്ചു. ഹു എന്ന് പറയുന്നത് അതിന്, യാനി ഹാദൽ ഖലം.
അൽ അബ്ബികം ഇഷ്തറൈതഹു, നീ എത്രക്കാണ് അത് വാങ്ങിച്ചത്? ബഷീർ ഇഷ്തറൈതുഹു ബിരിയാലൈനി, ഞാനത് 2 റിയാലിനാണ് വാങ്ങിച്ചത്. ഇവിടെ ബ എന്നുള്ള ഹർഫ് ജർ വന്നതുകൊണ്ടാണ് റിയാലാനി എന്നുള്ള വാക്ക് റിയാലൈനി എന്നായി മാറുന്നത്.